എപ്പിസോഡ് 2. പോർച്ചുഗീസ് അധിനിവേശവും ഉദയംപേരൂർ സൂനഹദോസും 1498. വാസ്കോഡഗാമയുടെ വരവോടെ ആരംഭിച്ച പോർച്ചുഗീസ് കാലഘട്ടവും അത് കേരളത്തിലെ നസ്രാണി സമൂഹത്തിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളും സാംസ്കാരിക സംഘർഷങ്ങളും ഉദയംപേരൂർ സൂനഹദോസ് എന്ന നിർണായക സംഭവവുമാണ് ഈ എപ്പിസോഡിന്റെ പ്രമേയം. പോർച്ചുഗീസ് വരവും ആദ്യകാല ബന്ധങ്ങളും 1498 കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡഗാമയെയും പോർച്ചുഗീസുകാരെയും നസ്രാണികൾ തങ്ങളുടെ സഹവിശ്വാസികളായി കണ്ട് ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത്. തങ്ങളുടെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് സംരക്ഷണവും അറബ് വ്യാപാരികളിൽ നിന്നും മുസ്ലിം ഭരണാധികാരികളിൽ നിന്നും സാമൂതിരി ഒഴികെ നേരിട്ടിരുന്ന വെല്ലുവിളികൾക്കൊരു പരിഹാരവും നസ്രാണികൾ അവരിൽ പ്രതീക്ഷിച്ചു. നസ്രാണികൾ പോർച്ചുഗീസ് രാജാവിന് സമ്മാനങ്ങൾ നൽകുകയും തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗഹൃദം അധികകാലം നീണ്ടുനിന്നില്ല. പോർച്ചുഗീസുകാർക്ക് മതപരമായ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കീഴിലല്ലെന്നും അവർ നെസ്തോറിയൻ പാഷാണ്ഡത ഉള്ളവരാണെന്നും പോർച്ചുഗീസ് മിഷണറിമാർ വിശ്വസിച്ചു. അവരുടെ ആരാധനാക്രമം സുറിയാനി ഭാഷയിലുള്ളതും ആചാരങ്ങൾ തദ്ദേശീയവുമായിരുന്നു. ഇത് പോർച്ചുഗീസുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. പോർച്ചുഗീസ് രാജാവിന് മാർപ്പാപ്പ നൽകിയ പദ്രുവാദോ അധികാരം ഉപയോഗിച്ച് കിഴക്കൻ ദേശങ്ങളിലെ സഭകളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ ശ്രമിച്ചു. ലത്തീൻ റീത്ത് അടിച്ചേൽപ്പിക്കാനും സുറിയാനി റീത്തിനെ ഇല്ലാതാക്കാനും അവർ പദ്ധതിയിട്ടു. സംഘർഷത്തിന്റെ നാളുകൾ. മാർ എബ്രഹാമിന്റെയും മാർ ജോസഫിന്റെയും പോരാട്ടങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ കൽദായ മെത്രാന്മാരായ മാർ എബ്രഹാമിനെയും മാർ ജോസഫിനെയും പോർച്ചുഗീസുകാർ നിരന്തരം പീഡിപ്പിച്ചു. 1556-ലെത്തിയ മാർ എബ്രഹാമിനെ കൊച്ചിയിൽ വെച്ച് തടവിലാക്കി. അദ്ദേഹം തടവു ചാടി നസ്രാണികളുടെ ഇടയിൽ എത്തിച്ചേർന്നു. എന്നാൽ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ പിന്തുടരുകയും വീണ്ടും പിടികൂടി ഗോവയിലെ ഇൻക്വിസിഷൻ വിചാരണ വിധേയനാക്കുകയും ചെയ്തു. അവിടെ നിന്ന് റോമിലേക്ക് അയച്ചെങ്കിലും അദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ട് കേരളത്തിൽ തിരിച്ചെത്തി. മാർ എബ്രഹാം അങ്കമാലി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. 1597-ൽ അദ്ദേഹം മരിക്കുന്നതുവരെ പോർച്ചുഗീസ് മേൽക്കോയ്മയെ അദ്ദേഹം ചെറുത്തുനിന്നു. അങ്കമാലിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ച മാർ ഹോർമിസ്ഡസ് പള്ളി പോർച്ചുഗീസ് വിരുദ്ധ വികാരത്തിന്റെ പ്രതീകമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം സഭയെ പൂർണ്ണമായും വരുതിയിലാക്കാൻ പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അർക്കദിയാക്കോൻ ഗീവർഗീസിനെ വരുതിയിലാക്കാൻ അവർ ശ്രമം തുടങ്ങി. ഉദയംപേരൂർ സൂനഹദോസ് 1599 മാർ എബ്രഹാമിന്റെ മരണശേഷം ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിസ് കേരളത്തിലെത്തി. സൈനിക ശക്തിയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും പിൻബലത്തോടെ 1599 ജൂൺ 20-ന് ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് അദ്ദേഹം ഒരു സൂനഹദോസ് വിളിച്ചു ചേർത്തു. ഭീഷണിയും സമ്മർദ്ദവും ഉപയോഗിച്ചാണ് അദ്ദേഹം നസ്രാണി പ്രതിനിധികളെ ഇതിൽ പങ്കെടുപ്പിച്ചത്. ഉദയംപേരൂർ സൂനഹദോസ് പാസാക്കിയ തീരുമാനങ്ങളെയും അത് വരുത്തിയ മാറ്റങ്ങളെയും പ്രധാനമായും 5 മേഖലകളായി തിരിക്കാം. ഒന്നാമതായി, സഭയുടെ ഭരണ സംവിധാനം. അതുവരെ അങ്കമാലി എന്നത് വലിയ അധികാരങ്ങളുള്ള ഒരു അതിരൂപതയായിരുന്നു. എന്നാൽ സൂനഹദോസിലെ തീരുമാനപ്രകാരം അങ്കമാലി അതിരൂപതയെ തരം താഴ്ത്തുകയും അതിനെ ഗോവയുടെ കീഴിലുള്ള കേവലം ഒരു രൂപത മാത്രമാക്കി മാറ്റുകയും ചെയ്തു. ഇതോടെ ബാബിലോണിയൻ പാത്രിയർക്കീസുമായുള്ള നസ്രാണികളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കപ്പെട്ടു. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിൽ പോർച്ചുഗീസ് പദ്രുവാദോ ഭരണത്തിന് സഭ വിധേയമായി. രണ്ടാമതായി, വിശ്വാസപരമായ മാറ്റങ്ങൾ. നസ്രാണികൾ പിന്തുടർന്നിരുന്ന പൗരസ്ത്യ സുറിയാനി വിശ്വാസത്തിൽ നെസ്തോറിയൻ അംശങ്ങളുണ്ടെന്ന് മുദ്രകുത്തി. അവയെല്ലാം ഉപേക്ഷിക്കാൻ സൂനഹദോസ് കൽപ്പിച്ചു. പകരം അന്നത്തെ ലത്തീൻ സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രമാണമായിരുന്ന ട്രെൻഡിൻ തിയോളജി അഥവാ പാശ്ചാത്യ കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ അതേപടി നമ്മുടെ സഭയിലും നടപ്പിലാക്കി. മൂന്നാമതായി, ആരാധനക്രമം. സഭയുടെ ജീവനാഡിയായ വിശുദ്ധ കുർബാനയിലും മാറ്റങ്ങൾ വരുത്തി. സുറിയാനി ആരാധനക്രമത്തിലേക്ക് ലത്തീൻ സഭയുടെ പ്രാർത്ഥനകളും അനുഷ്ഠാന രീതികളും കൂട്ടിച്ചേർത്തു. ഇതിലെടുത്തു പറയേണ്ടത് നസ്രാണികൾ കുർബാനയിൽ ഉപയോഗിച്ചിരുന്ന പുളിപ്പുള്ള അപ്പം നിരോധിച്ചു എന്നതാണ്. പകരം ലത്തീൻ രീതിയിലുള്ള ഓസ്തി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നാലാമതായി, സാമൂഹിക ആചാരങ്ങൾ. മാർത്തോമാ നസ്രാണികൾ കേരളീയ സംസ്കാരവുമായി ചേർന്നു നിന്നുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഹൈന്ദവ ആചാരങ്ങളുമായി സാമ്യമുള്ള പലതും സൂനഹദോസ് വിലക്കി. ജാതിചിന്തയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കൊപ്പം തന്നെ ഓണം ആഘോഷിക്കുന്നത് പോലുള്ള സാംസ്കാരികമായ കാര്യങ്ങളിൽ നിന്നും ജനന മരണ ചടങ്ങുകളിലെ നാട്ടുരീതികളിൽ നിന്നും വിട്ടുനിൽക്കാൻ നസ്രാണികളോട് കൽപ്പിച്ചു. അവസാനമായി, രേഖകൾ നശിപ്പിക്കൽ. ചരിത്രസ്നേഹികൾ ഇന്നും വേദനയോടെ കാണുന്ന ഒന്നാണിത്. നെസ്തോറിയൻ പാഷണ്ഡതയുണ്ടെന്ന് മുദ്രകുത്തി നസ്രാണികളുടെ കൈവശമുണ്ടായിരുന്ന പുരാതനമായ സുറിയാനി ഗ്രന്ഥങ്ങളും ചരിത്രരേഖകളും താളിയോലകളും സൂനഹദോസിന് ശേഷം വ്യാപകമായി കത്തിച്ചുകളഞ്ഞു.
സഭയുടെ യഥാർത്ഥ ചരിത്രവും പാരമ്പര്യവും വരും തലമുറയ്ക്ക് കൈമാറുന്നതിൽ ഇത് വലിയൊരു വിടവ് സൃഷ്ടിച്ചു. ഈ സൂനഹദോസ് നസ്രാണികളുടെ സ്വത്വത്തിന്മേലുള്ള വലിയൊരു കടന്നുകയറ്റമായിരുന്നു. നിർബന്ധിത ലത്തീൻവൽക്കരണത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇതിനെ കണക്കാക്കുന്നു. ഇത് സഭയുടെ തദ്ദേശീയ സ്വഭാവം നഷ്ടപ്പെടുത്തുകയും പാശ്ചാത്യ സഭയുടെ ഒരു അനുബന്ധമായി അതിനെ മാറ്റുകയും ചെയ്തു. ഉദയംപേരൂർ സുന്നഹദോസ് അവസാനിച്ചു. ചരിത്രപ്രസിദ്ധമായ ആ പള്ളിയിലെ ദീപങ്ങൾ അണഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇരുളിലായത് ഒരു ജനതയുടെ തനതായ പാരമ്പര്യങ്ങളും സ്വത്വവുമായിരുന്നു. താളിയോല ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയായപ്പോൾ നഷ്ടപ്പെട്ടത് നൂറ്റാണ്ടുകളുടെ ചരിത്രരേഖകളാണ്. പിന്നീട് അങ്ങോട്ട് പോർച്ചുഗീസ് ജെസ്യൂട്ട് മെത്രാൻമാരുടെ ഭരണകാലഘട്ടമായിരുന്നു. മാർത്തോമാ മാർഗം എന്ന തങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും ബലമായി അടർത്തിമാറ്റപ്പെട്ടതിന്റെ വേദന നസ്രാണികൾ ഉള്ളിലൊതുക്കി. ബാബിലോണിയൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും ലത്തീൻ രീതികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതും അവർ നിസ്സഹായതയോടെ നോക്കി നിന്നു. പക്ഷേ പുറമെ ശാന്തമായിരുന്നെങ്കിലും വിശ്വാസികളുടെ മനസ്സിൽ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മരിച്ചിരുന്നില്ല. സ്വന്തം സഭാതലവനെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നില്ല. അടിച്ചമർത്തപ്പെട്ട ആ ആഗ്രഹങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു ചരിത്ര മുഹൂർത്തത്തിലേക്കുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു. അടുത്ത എപ്പിസോഡിൽ സഹനത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ മട്ടാഞ്ചേരിയിലെ തിരക്കേറിയ കപ്പൽചാലിൽ ചരിത്രം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. ഒരു കയർ, ഒരു കുരിശ്, ആയിരക്കണക്കിന് വിശ്വാസികൾ. ഇന്ത്യൻ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മട്ടാഞ്ചേരി സാക്ഷിയാകുന്നു. ഒപ്പം സങ്കടകരമായ ഒരു പിളർപ്പിനും. കാത്തിരിക്കാം കൂനൻ കുരിശു സത്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിനായി.